ഹലോ. അപ്പൊ ഇവിടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയും. ആ ചായ ട്ടാ. അപ്പൊ ചായ ആയിട്ട് എല്ലാവർക്കും ഓക്കെ. അപ്പൊ പറയും. ഇന്നപ്പോ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പറയട്ടാ. പപ്പര മോളാട്ടോ. അപ്പാന്ന് വെച്ചാൽ ഭയങ്കര സെറ്റാണ് പുത്രി. രാത്രി ഉറങ്ങണേന്റെ ഇടയില് മൂപ്പര് ഇപ്പുറത്തെ കിടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനെ കാണില്ലല്ലോ. അപ്പൊ ഏച്ചിട്ട് അപ്പ ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പ അപ്പുറത്തുണ്ട്. മൂപ്പര് എഴുന്നേറ്റ് നോക്കും. നടുവില് കയറി ഒന്ന് കിടക്കും. എന്നിട്ട് ഉറങ്ങോളൂ. അപ്പൊ മോളാണ്. അതിന് ചെറിയ അസൂയൊക്കെ ഉണ്ട് ചിലവർക്ക്. അറിയാം, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ വ്ളോഗാണ്. സൺഡേ വ്ളോഗ്. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരെ അത് നീ പറയാ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് സൺഡേ വ്ളോഗാണ്. നേരെ വീട്ടിൽ എഴുന്നേറ്റ് ഇപ്പൊ ഞാൻ 2 ദിവസം നേരെ വൈകി ഉറങ്ങാൻ പറ്റില്ല. ശനിയായിരുന്നു. തിങ്കളാഴ്ച കാത്തുമ്പോ പോണാൻ 5 മണിയാകുമ്പോ എഴുന്നേക്കണം. അയ്യോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 5 മണിയാകുമ്പോഴേ കുത്തി എഴുന്നേൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇപ്പൊ ഒരു മെഡിസിൻ കഴിക്കണോണ്ട് തന്നെ ചത്ത ശവം പോലെ കഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞാ പിന്നെ എന്റെ കിളിയൊക്കെ പോയി കിടക്കും. പിന്നെ നടക്കുന്ന ദിവസം എനിക്ക് ഓർമ്മ ഉണ്ടാവാത്ത അവസ്ഥ. ഇന്നലെ ഞാൻ ഇവനോട് ചോദിക്കുന്നത് ഏട്ടാ ഞാൻ എപ്പോഴും ഉറങ്ങി ഇത് കഴിച്ച് ഞാൻ എന്നെ കെട്ടുപിടിച്ചിരിക്കുന്നു. പിന്നെ ഏട്ടാ ആരെ കൈ മാറ്റി ഞാനത് എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ നാളെ തന്നെ ഇന്ന് രാത്രി കൂടി കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ അല്ലെങ്കിൽ ഞാൻ വിളിക്കണം. പൊന്നാ സമയായിടേ. ഇപ്പൊ ഒരു ഇതും വേണ്ട. കാത്തുനെ വിടാൻ തുടങ്ങിയപ്പോ കറക്റ്റ് ടൈമിൽ അവിടെ എഴുന്നേറ്റ് പോയി ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല കുട്ടിയായിട്ട് പാത്രത്തിലാക്കി വെക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവളെ സ്വഭാവം ഞാൻ പഠിച്ചു. ഇവളെ എഴുന്നേറ്റ് ഞാൻ എന്നെ ചൂടുള്ളൊക്കെ വെക്കായിരിക്കും. അപ്പൊ ഇവിടെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പഠിച്ചു ഞാനും കാത്തു സുഖമായിട്ടാണ് കെട്ടിപ്പിടിച്ച കിടക്കും. അതൊക്കെ അങ്ങനെ ചെയ്യാനുള്ളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. പക്ഷെ ഉണ്ടായിട്ട് ഞാൻ പഠിച്ചു. അപ്പൊ എല്ലാം പഠിച്ചു. അമ്പോക്കളി എന്റെ മോള് കഴിച്ചു. ഇതാ അല്ലേ അടുത്തോട്ട് വന്നിട്ട് അമ്മയുടെ അടുത്ത് എടുക്കുക. അപ്പൊ അപ്പല്ല അപ്പൊ ബേബി എടുത്തോ. ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പൊ രാവിലേക്ക് പോയിട്ട് എന്തെങ്കിലും തട്ടിമുട്ടി ഉണ്ടാക്കട്ടെ. പിന്നെ 2 കമന്റ് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതൊക്കെയൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നു സത്യത്തില്. വീഡിയോക്ക് താഴെ വന്ന 2 കമന്റ്സ് നോട്ട് ചെയ്ത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊന്നു എന്നെ ഓർമ്മിപ്പിക്കണോട്ടോ. അതന്നെ അതായിരുന്നു പറയാൻ വന്നത്. ഹോസ്പിറ്റലിന്റെ കേസ് നിങ്ങൾ ഇത്ര ദൂരത്ത് കൊണ്ടുപോയിട്ട് എന്റെ മക്കള് ഇവിടെ അടുത്തുള്ള കുന്നോളത്തെ ഹോസ്പിറ്റലിൽ തന്നെ ആക്കണത്. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ യാത്ര ചെയ്യാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, നിങ്ങളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഇഷ്ടം എന്താ വെച്ച് നിങ്ങൾ ചെയ്ത് ഞങ്ങൾ പറയാനൊന്നുമില്ല. എന്റെ ഇഷ്ടം ഏതാണോ അതാണ് ഞാൻ ചെയ്യാം. ചിലപ്പോ യാത്ര ചെയ്യാൻ എന്റെ മോൾക്ക് വയ്യാതിരിക്കുമ്പോ യാത്രയോടല്ല എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുക. അവളെ അസുഖം മാറ്റാനും അവളെ എത്രയും പെട്ടെന്ന് ഓക്കെ ആവാനാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാണത്. ആ കുട്ടികളുടെ ഈ ഡെലിവറി. അപ്പൊ അതിന് ഡോക്ടർമാരും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്യണതും അവിടെ നിന്ന് ചെയ്യണ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എനിക്ക് ഓക്കെ എന്താണോ തോന്നുന്നത് അതാ ഞാൻ ചെയ്യാം. അല്ലാതെ മറ്റുള്ളവർക്ക് ഓക്കെ ആക്കാൻ വേണ്ടി ഞാൻ ചെയ്യില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു വെച്ചിട്ട് എനിക്ക് അത് ചെയ്യണമെന്നില്ല. എനിക്ക് ഇഷ്ടം എന്താണോ എന്റെ ആഗ്രഹങ്ങൾ എന്താണോ അതാണ് ഞാൻ ചെയ്യാം.
അപ്പൊ ഡേ കെയറിലാക്കുന്നതും അവള് ഞാൻ പൊന്നുവിനോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അവളൊരു ഇതായി കഴിഞ്ഞാൽ ഞാൻ അവളെ ഡേ കെയറിലാക്കും. ഇനി അടുത്ത വർഷം മുതൽ ഞാൻ പഠിപ്പിക്കാനുള്ള ചേർക്കാം. അത് എൻ്റെ തീരുമാനം. അവളുടെ തന്തി തള്ളയെ ഞങ്ങളുടെ തീരുമാനമാണ്. മറ്റുള്ളവര് എന്തു പറയും, അവരെ എങ്ങനെയാ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ മോളുടെ ഭാവി ഞാനാ നോക്കുക. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലേക്ക് വിടുന്നില്ല, ചിലപ്പോൾ അംഗൻവാടി UKG LKG ഡേ കെയറിലൊന്നും വിട്ടില്ലെങ്കിൽ വിടണ്ട, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനൊന്നും ഒരാളും കുറ്റം പറയില്ല, ഞങ്ങളോ അല്ലെങ്കിൽ അപ്പുറത്തുള്ളോ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ചെയ്തോ. ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ മോളേനെ ഒരു ഡേ കെയറിലാക്കി. അവള് ഇപ്പൊ ഒന്നും ഒരു ചേഞ്ച് അവൾക്ക് വേണം. അതായത് നമ്മളെ മാറി അവൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനായാലും അവൾ കഴിക്കില്ല, പക്ഷെ ഒന്നും മറ്റുള്ള കുട്ടികളോട് കളിക്കാൻ നിൽക്കില്ല. നമ്മളോടാണെങ്കിൽ പോലും അവൾ ആകെ കളിക്കുക അമ്മു പിഞ്ചന്റെ ചേട്ടന്റെ മക്കളോട്, അല്ല പുറമേക്ക് വേറെ കുണിക്കി. ഈ 4 ആൾക്കാരെ കൂട്ടുകാർ ഒരാളോട് കളിക്കില്ല, ഒരാൾക്ക് പോവില്ല. അതിനൊക്കെ ഒരു മാറ്റം വരുന്നെന്ന് ഞാൻ ചിന്തിച്ചു. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞു കാത്തുന് ഭയങ്കര വിഷമം, ഞാൻ കേൾപ്പിച്ചേക്കാം. കാത്തു ഡേ കെയറിൽ പോവാ, ബാഗ് എടുക്കുക, പോവാ, ഇഷ്ട? എന്റെ കുട്ടിക്ക് ഇഷ്ടാ. അന്നത്തെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, അവള് പഠിക്കാൻ പോകുന്ന വേണ്ട എന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവൾക്ക് അത് ഇഷ്ടാണ്. അവള് ഇപ്പൊ പറയും, നിങ്ങൾ ഒരു ദിവസം പോകുമ്പോ അവിടെ നടക്കണ ഒരു ആക്ടിവിറ്റി കുട്ടികൾക്ക് ഒന്നും കൂടി ഞാൻ വീട്ടിൽ വെള്ളത്തിലിരിക്കാൻ സമ്മതിക്കാറില്ല. അതാണ്. അപ്പൊ അവരുടെ മെന്റൽ മൈൻഡ് ആയാലും ഫിസിക്കൽ അവരവിടെ ഡെവലപ്പ് ആവുക ചെയ്യണത്. അത് എനിക്ക് ഓക്കെ എന്ന് തോന്നി. ഞാൻ പറഞ്ഞു പോലെ നമുക്ക് പോകണം, ഞങ്ങൾ ഡേ കെയറുകൾ അന്വേഷിച്ചു, ഞങ്ങൾ പോയി കണ്ടു, ഞങ്ങൾക്ക് അതിൽ ബെറ്റർ, ഞങ്ങൾക്ക് ഓക്കെ, ഞങ്ങൾക്ക് ഇഷ്ടമായി. എന്താ പറയാ, അതായത് ചുറ്റുപാടും കാര്യങ്ങളും അവിടെ എടുക്കുന്ന ടീച്ചർമാരായാലും അവരെ കണ്ട് ഞങ്ങൾക്ക് ഓക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ കാത്തൂര് ചേർത്തത്. അതും ബെസ്റ്റ് എന്ന് തന്നെ ഞങ്ങൾ പറയും. കാരണം ഇത്ര ഫീസിന്റെ കേസിലായാലും എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര ഫീസ് കൊടുക്കണം? ഞാൻ അവരവിടെ ജോലി ചെയ്യണം, അതിനുള്ള ഇത് നമ്മൾ കൊടുക്കണം. അതിന് നമ്മൾ ബാർഗനിങ് ഒന്നുമില്ല, നമ്മൾ അവർ പറഞ്ഞ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവള് ഡെവലപ്പ് ആവാനാണ് അവളെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെയ്യണതും ചേർക്കുന്നതും. അടുത്ത വർഷം മുതൽ ഇപ്പൊ കുണിക്കി ചേർന്ന സ്കൂളിൽ ഇതുണ്ട്, നമ്മൾ അവിടെ ചേർക്കും. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞെ, ഒരച്ഛനാവുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ അറിയാം. നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളോ ഇങ്ങനെ ചിന്തിക്കില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനൊരിക്കലും ഒരാൾ കുറ്റം പറയില്ല. എന്റെ ചിന്താഗതി കുറച്ച് മാറിയാണ്. അപ്പൊ ഞാൻ പോണ വഴി എല്ലാരും വരണമെന്ന് ഞാൻ പറയൊന്നുമില്ല. എന്റെ വഴി കൂടെ ഞാൻ പൊക്കോളും. എന്റെ ഭാര്യ ഉണ്ട്, എന്റെ കുട്ടിയുണ്ട്. അപ്പൊ ഞങ്ങള് പൊക്കോളാം. നിങ്ങൾ ആരും അതിന് തടപിടിച്ച് വരാനും ഒന്നിനും വേണ്ട. നിങ്ങളുടെ ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, നിങ്ങളുടെ ഇഷ്ടമുള്ള സ്കൂളിൽ വിടുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്റെ ഭാര്യയുടെ ഇഷ്ടമാണ്. എന്റെ മക്കളെ എങ്ങനെ ഇതാവണം, എങ്ങനെ ഫുഡ് കഴിക്കണം, എങ്ങനെ എവിടെ പോകണം, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ പറയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കാനുള്ള ഉത്തരവാദിത്തം. ചെയ്യണ കാര്യങ്ങള് തെറ്റെങ്കിൽ ഓക്കെ, നമ്മള് അതായത് നമ്മളെ സ്നേഹിക്കുന്നവരോടല്ല. സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ണിക്ക് ഇപ്പൊ ഈ ഛർദി മാറിയിട്ടല്ലേ ഉള്ളൂ, അപ്പളേക്ക് വിട്ടേക്കണായിരുന്നു എന്ന്. അപ്പൊ അതിനുള്ള മറുപടി ഞാൻ തരാം. ശരിക്കും അവൾക്ക് കഴിഞ്ഞ മുന്നത്തെ വെള്ളിയാഴ്ചയാണ് അവൾക്ക് ഛർദി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതല് ഒരു 3-4 ദിവസം ഉണ്ടായത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അവളെ ഞങ്ങൾ ഡേ കെയർക്ക് വിട്ടയച്ചത്. ഒരാഴ്ച അവൾക്ക് ഉണ്ടായിരുന്നു. ഒരാഴ്ചയിൽ 3 ദിവസം 3-4 ദിവസം അവൾക്ക് വയ്യായിരുന്നു. 4-ാമത്തെ ദിവസം ഒരാൾക്ക് കുറഞ്ഞു, സെറ്റായി. 2-3 ദിവസം ആൾക്ക് റെസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡേ കെയർക്ക് വിട്ടയച്ചത്. നമ്മള് അവൾക്ക് വയ്യാത്ത ടൈമിൽ നമ്മൾ വീഡിയോ ഇട്ടിരുന്നില്ല. അവൾ നോക്കി വന്നതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോസ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ചിലപ്പോൾ ആ വീഡിയോ കണ്ടതിൻ്റെ കണക്കൂട്ടിൽ വെച്ചിട്ടായിരിക്കും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഒരാഴ്ച നമ്മൾ കഴിഞ്ഞിട്ടാണ് അവൾ നമ്മൾ ഡേ കെയർക്ക് വിട്ടയച്ചിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും അത്രയും വയ്യെങ്കിലോ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ അവളിനെയും കെയർ ചെയ്തിട്ട് ഞാൻ ഏത് കാര്യം ചെയ്യുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടി വിട്ടയക്കണ പോലെ ഇല്ല. അവൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ, അവൾ എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അവളെ ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ടാ. പക്ഷെ ഞങ്ങളൊരു ദിവസം ഫുൾ ടൈം ഏറ്റവും കൂടുതൽ നോക്കുക അവളുടെ കാര്യങ്ങളാണ്. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ദിവസം ഫുള്ള് മാറ്റി വയ്ക്കുക. ഏത് ദിവസവും അവളുടെ കാര്യം കഴിഞ്ഞ് അവളൊക്കെ അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ മറ്റു കാര്യത്തിൽ കിടക്കുള്ളൂ. അല്ലാത്ത അവൾക്ക് ഡേ കെയറിൽ പോയി ഇഷ്ടമായിട്ടാ. അതും വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ മാനസികാവസ്ഥ നോക്കുക, അവള് അതിന് കിടക്കാൻ വിഷമം തോന്നുന്നതൊക്കെ.
അവള് ഓക്കെ അവളപ്പൊ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവളൊരു 3 മണി വരെ കളിച്ചിട്ട് ഉറങ്ങിണ്ടായിരുന്നു. ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ എത്തിയപ്പോ അവിടുത്തെ ആയ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊടുന്നതാണ്. ഒരു ഉറക്കപ്പിച്ചായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത്രയും നേരം എന്നെ കാണാത്തതിന്റെ ഒരു സന്തോഷം കാര്യങ്ങളും ഒക്കെ കയറി കിടന്നതാണ്. അല്ലാതെ അവൾ അവിടെ ഹാപ്പി ആയിരുന്നു. എനിക്കറിയില്ല അവരായിട്ട് വീഡിയോസ് കൊടുക്കാൻ പറ്റുന്നോ കൊടുക്കാത്ത അവള് അവര് ഞാൻ ചോദിക്കുമ്പോ അവര് അതിനുള്ള ഇതും അതിന് മുന്നേ ആയിട്ടും അവര് നല്ല ഫോളോ അപ്പ് അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അവൾ ഓക്കെയാണ്. അപ്പൊ നമ്മള് കാണുന്നുണ്ട്. അവൾക്ക് അറിയുന്നില്ല ഞങ്ങൾ കരയുകയാണെങ്കിൽ ആദ്യ ദിവസം പോയി കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവള് അവിടെ എല്ലാ മക്കളോടും കളിക്കാനും ചിരിക്കാനും ഒക്കെ അവൾ സെറ്റാണ്. ഫുഡ് കഴിക്കുന്നുണ്ട് ഒക്കെയാണ്. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അവൾ ഓക്കെ ആയിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു. അത് ഓരോരുത്തരും ഇഷ്ടമാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പിന്നെ അതിന്റെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മറന്നൂട്ടോ സത്യത്തിൽ ഇപ്പൊ പണ്ടത്തെ ഒരു ഇതൊന്നുമില്ല. അല്ലെങ്കിൽ എല്ലാത്തിനും കൃത്യമായിട്ട് കൊത്തൽ കൊടുക്കുന്നതായിരുന്നു. ഇപ്പൊ മറ്റേ ഇതില് പറഞ്ഞ പോലെ ഇന്നലെ ഞങ്ങള് ജാനകി ആ പടല്ലേ സുരേഷ് ഗോപിയുടെ അതില് അത് കണ്ടുവിട്ടു. അതിലൊരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതില് സുരേഷ് ഗോപി കാരണം നിങ്ങൾ അധികം ചോദ്യം നിൽക്കണ്ട ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മാന്തി പൊളിക്കൂട്ടെ. അതന്നെ ഉള്ളൂ. നമ്മളടുത്ത് വന്ന് നമ്മൾ കൊടുക്കാനുള്ള ഉത്തരം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും. പിന്നെ അത് വിഷമം ഇത് നെഗറ്റീവ് പറയണവർക്കാണ് കിട്ടാം. പിന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്യും, കുറെ പേരെ എതിർക്കും. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അത് എനിക്ക് ഞാൻ വലിയ കാര്യമായിട്ട് നോക്കണില്ല. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോ അതൊക്കെ ഓരോരുത്തർ പ്രൈവസിയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ ഇത് തുടങ്ങി. ഇപ്പൊ ഒന്നാമത് എന്താ കുക്കാത്ത കുക്കറിന്റെ അടുത്ത് പോണോ? പോണോ? ഇപ്പൊ പോണോ? ഓക്കെ പോവാ. പല്ല് വെച്ചാ പല്ല് വെച്ച നീ എപ്പോ? അപ്പല്ലോ. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാട്ടെ അല്ലെ പറഞ്ഞ. അപ്പൊ ഓർമ്മ വരുമ്പോ ഇങ്ങനെ കമന്റിനുള്ള ഉത്തരങ്ങളും തരാട്ടെ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോ. നല്ല രസമാണെന്ന് വിചാരിക്കുക. കാരണം കുറെ കാലം ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടുകൊടുക്കണം. അടി ഇന്നിപ്പോൾ രാവിലേക്ക് നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പൊടിയൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എടുക്കുകയാണ്. പിന്നെ ചൂടുവെള്ളം വെച്ചു ഞാൻ. പിന്നെ അരിപ്പൊടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ അധികം നൂലപ്പം ഉണ്ടാക്കാറില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ 2ാമത്തെ തട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏട്ടന് അത്രയ്ക്ക് കണ്ട് ഇഷ്ടമല്ല. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന തട്ടെന്ന്. നൂലപ്പത്തിന് കറിയാണ് അവന് ഇഷ്ടം എന്നാണ് ഞാൻ മുന്നേ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ തന്നെ ഉണ്ട് തോന്നുന്നു. ഒരിക്കൽ നൂലപ്പം മുട്ടക്കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ കറികളെല്ലാം ഇഷ്ടം നാളികേരപ്പാലാണ് ഇഷ്ടം. അപ്പം ഞാനൊന്നും കൂടി ഹാപ്പിയായി. കാരണം എനിക്കും നാളികേരപ്പാൽ കൂട്ടിയിട്ട് നൂലപ്പം കഴിക്കാനാണ് ഇഷ്ടം. മുട്ടക്കറി ഒന്നും എനിക്കും താല്പര്യമില്ല. അപ്പം ഇന്ന് എന്തായാലും എളുപ്പത്തിൽ നാളികേരപ്പാലും നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് മുന്നേ നമ്മൾ കാത്തുമിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് അന്നാറ് പൊളിച്ചു കൊടുക്കുക കേട്ടോ. അതൊക്കെ പൊളിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഈ ഫ്രൂട്ട്സിനോട് ഭയങ്കര ബ്രഹ്മമാണ്. അവൾ രാവിലെ എന്നിട്ട് ഞാൻ വൈകുന്നേരം വരയ്ക്ക് ഏറ്റവും കൂടുതൽ കഴിക്കുക ഫ്രൂട്ട്സ് ആട്ടാ. അപ്പോൾ ഞാനതൊക്കെ പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടന് വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ചാള കസാര മെറ്റി തന്നോ. അപ്പോൾ അവളെൻ്റെ അടുത്തുണ്ടാവും. അവൾ ഫുഡ് കഴിക്കലും നടക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവളെ നമ്മളെ ചെയറിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അതിനെന്താ നമ്മളെ കാത്തുമ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചൂടുവെള്ളം തിളച്ചിട്ടുണ്ട്. നൂലപ്പത്തിന് വെള്ളം ചൂടാക്കുമ്പോൾ നന്നായി വെട്ടി തിളയ്ക്കണം കേട്ടോ. നല്ല റെഡി ആവുള്ളൂ. അല്ലെങ്കിൽ മാവ് ഇങ്ങനെ പൊടിഞ്ഞു നിൽക്കും. ചെറു ചൂടിലൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല തിളപ്പിച്ച ചൂടുവെള്ളം തന്നെ വേണം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊരു കയ്യിലുകൊണ്ട് ഇളക്കി സെറ്റാക്കി കൊടുക്കണം. ആ ടൈമിൽ നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ കൈയിൻ്റെ പണിക്കുറ്റം തീരും. പിന്നെ കയ്യിലുകൊണ്ട് നന്നായി ഇളക്കി സെറ്റാക്കിയതിന് ശേഷം ഏകദേശം നമുക്ക് വെള്ളമൊക്കെ ഓക്കെയാണെന്ന് തോന്നുമ്പോൾ നമ്മളതൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴേക്ക് ഏട്ടനെ വിളിച്ചിട്ട് ഞാൻ നാളികേരം വെട്ടിക്കുന്നുണ്ട്. കാരണം നാളികേരം വെട്ടാൻ എനിക്കറിയില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടൊന്നും നടക്കണില്ല കേട്ടോ. ഞാൻ ഇതായാലും ഒരു വട്ടം തട്ടി നോക്കി. പക്ഷേ നാളികേരം പൊട്ടണില്ല. പേടിയോണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പരിപാടിക്ക് ഞാൻ ഏട്ടനെ തന്നെ വിളിച്ചുകൊണ്ടുവരും. അങ്ങനെ ഏട്ടെങ്കിൽ നാളികേരം വെട്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ഇത് ശരിക്കും കൂടി തന്നോ എന്ന് പറഞ്ഞിട്ട് അതിന് പണി കൊടുത്തതാണ് ഇപ്പോൾ ആണത്. എന്നാലും എന്തോ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞേ? അന്ന് ദുബായിക്ക് പോയ മതിയായിരുന്നു തോന്നണ്ട.
ഞാനായിട്ട് എന്നോട് വല്ല പണി പറഞ്ഞപ്പം പറയണ്ടായല്ലോ, എൻ്റെ അമ്മ എന്നോട് ഗൾഫിൽ പോയിക്കോളം പറഞ്ഞത് അത് കേട്ടാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ വെറുതെ ഏട്ടാ, അവൻ ഒറ്റയ്ക്കായിട്ട് അവൻ എന്നെ അടിച്ചുടച്ചു തരും, ഒക്കെ ഹെൽപ്പ് ചെയ്തു തരും, അതൊന്നും കുഴപ്പമില്ല. ഞാൻ വല്ലതും പറഞ്ഞപ്പം പരാതി പറയാൻ തുടങ്ങും. തമാശക്കാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ കിണുങ്ങി നിന്നുകൊണ്ടിരിക്കും. ഭയങ്കര മടിയാണ് നാളികേരം ചെരിക്കാൻ. കാത്തുമ്പോൾ നാളികേരം ചോദിച്ചപ്പോൾ പ്ലേറ്റാണ്ട് വെച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു അതങ്ങനെ വെച്ചു കൊടുക്കില്ല, അവരൊക്കെ കളയുമെന്ന് പറഞ്ഞിട്ട് കുറച്ചാളെ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ മാവ് ചൂടാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ച്. അതിൽ കൈ ഇട്ടുമ്പോൾ തന്നെ എൻ്റെ എക്സ്പ്രഷൻ ഇപ്പം കണ്ട നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും കൈ പൊള്ളിയതല്ലേ വെച്ചിട്ട് ഞാൻ ബാക്കി കൂടിയും ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മണിക്കെങ്കിലും ചായ കുടിക്കണമെങ്കിൽ ഇപ്പോൾ തുടങ്ങി വെക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം തന്നെ മാവൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് കുഴയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, വെള്ളം കൂടിയെന്ന്. പിന്നെ ഞാൻ കുറച്ചുകൊണ്ട് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി. എനിക്ക് പേടിയുണ്ടായിരുന്നു പൊടി ഇട്ടാൽ ഈശ്വര ഫ്ലോപ്പ് ആവുമെന്ന്. പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടാ. അത്ര വെള്ളം കൂടി വേറൊരു വഴിയില്ലാത്ത അവസ്ഥയായപ്പോഴേക്കും ഏട്ടന് വർക്കിൻ്റെ എന്തൊരു ആവശ്യം വന്നപ്പോൾ അവൻ ഫോണും കൊണ്ടുപോയി. പിന്നെ ഞാൻ തന്നെ നാളികേരം ചെരുകാൻ തുടങ്ങി. വർക്കിൻ്റെ ഒരു കോൾ വന്ന് ഞാൻ വേറെ വഴിക്ക് പോയി പിന്നെ വരില്ല എന്നൊക്കെ ഉറപ്പാണ്, കാരണം ഞാൻ പിടിച്ച് നിർത്തിയല്ലേ. പിന്നെ ഞാൻ വേഗം തന്നെ നാളികേരമൊക്കെ ചെരുകിയെടുത്തു. ഒരു നാളികേരെങ്കിലും വേണമല്ലോ നമുക്ക്. നാളികേരപ്പാൽ അത്യാവശ്യം കിട്ടണം. എനിക്കാണെങ്കിൽ അവനും പാൽ കുറേ വേണം നൂലപ്പം കഴിക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ ചെരുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ അടുപ്പത്തേക്ക് ചൂടുവെള്ളം വയ്ക്കുന്നുണ്ട് നൂലപ്പം ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനി ബാക്കി ലൈൻ സെറ്റ് ചെയ്യാം. പിന്നെ ഇഡ്ഡലി പാത്രത്തേക്ക് നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രം അടിപൊളിയാട്ടാ, നമുക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഈ വെളിച്ചെണ്ണ പാത്രങ്ങളെല്ലാത്തിനും പ്രശ്നമാണ് ഈ സൈഡിക്കിന് ഒലിച്ച് എന്നിട്ട് അവിടെ ഒരു എണ്ണ മെഴുക്ക്. പക്ഷേ ഇതിനങ്ങനെ വരുന്നില്ല കേട്ടാ. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എവിടെ നിന്നാണ് മേടിച്ചത്, ഞാൻ നെസ്റ്റോന്ന് മേടിച്ചാണ്. ഓൺലൈനിലും കിട്ടാനുണ്ട്, കാരണം ഞാൻ അമ്മയ്ക്ക് ഒരു ബോട്ടിൽ ഓൺലൈനിൽ നിന്ന് മേടിച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് ഇത് നെസ്റ്റോയിൽ വന്നത്. അപ്പം അമ്മ അങ്ങനെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. അമ്മ ഒന്ന് നെസ്റ്റോന്ന് മേടിച്ചിട്ടുണ്ട്, ഒന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. നെസ്റ്റോ അടുത്തുള്ളവരാണെങ്കിൽ അങ്ങനെ മേടിച്ചു, അടിപൊളിയാണ്. പിന്നെ അതാ കണ്ട ഇപ്പോഴും വെള്ളത്തിന് കുറവൊന്നുമില്ല, അത്യാവശ്യത്തിന് ഏറെ വെള്ളം ഉണ്ട്. അതുകൊണ്ടാണ് ഈ കൈമേനെ ഒട്ടി പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ ഒരു പരീക്ഷണം സെറ്റായി എന്നുള്ള പരീക്ഷണത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. എനിക്കെന്തോ ചെറുപ്പം തൊട്ടേ നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ്. അമ്മ നൂലപ്പം ശരിക്കും പറഞ്ഞ വർഷത്തിൽ ഒരു വട്ടം എന്ന് പറയണ പോലെ അമ്മ ഉണ്ടാക്കുക. അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത ഫുഡാണ് നൂലപ്പം, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ടാക്കണ അന്ന് ഞാൻ ബാക്കി എല്ലാ ഫുഡും അന്നൊക്കെ കുറച്ച് ഫുഡല്ലേ കഴിക്കുള്ളൂ, 1-2 കഴിക്കുക വെച്ചാൽ നൂലപ്പം ഞാൻ ഒരു 5-10 എണ്ണം കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് അമ്മ പറയണേക്കെ അതും മെനക്കെട്ട് പണി കണ്ട, ഒരു 3-4 ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ മാവ് തീരുന്നു, പിന്നെ വീണ്ടും ഫില്ല് ചെയ്യണം. നമുക്കുണ്ടാക്കുമ്പോഴാണ് ഇത് മെനക്കെട്ട പണിയാന്ന് മനസ്സിലാവുന്നത്. അന്നമ്മ പറയുമ്പോൾ അമ്മ ഉണ്ടാക്കിയായോ അമ്മ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ, കാരണം അവരെ ബുദ്ധിമുട്ട് നമുക്കറിയണില്ലല്ലോ ചെറുപ്പത്തിൽ ടച്ച്. പിന്നെ വലുതായി പിന്നെ അച്ഛന് ഹോട്ടലായി, അപ്പോൾ അവിടെ നൂലപ്പം ഉണ്ടാവും. അപ്പോൾ അതായി എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ കഴിക്കില്ല. പക്ഷേ ചിലർ പശുമ്പാൽ കൂട്ടി കഴിക്കും, എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് നാളികേരപ്പാൽ തന്നെ വേണം കേട്ടോ. എനിക്കതാണ് നാളികേരപ്പാലിൽ നല്ലോണം പഞ്ചസാര കലക്കിയിട്ട് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചിലർ കറികൾ കൂട്ടി കഴിക്കാനാണ്, പക്ഷേ എനിക്ക് കറിയോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് നൂലപ്പത്തിന്. അതിന് നാളികേരപ്പാൽ തന്നെ വേണം. പിന്നെ അതാ എൻ്റെ കെട്ടിയ വന്നൊരു കുരുത്തക്കടിയാണ് കണ്ട, അവനിങ്ങനത്തെ കുരുത്തം കെട്ട പണികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ ഞാനത് തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട്. ചിലർ ഇലയിലൊക്കെ ഉണ്ടാക്കിയെടുക്കണതാണ് വലുത്, ഒറ്റണം ഭയങ്കര വലുപ്പത്തിൽ. പിന്നെ നമുക്കൊന്നാമത്തെ ഇലയില്ല അവിടെ. പിന്നെ എൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കാറും അതുകൊണ്ട്. അതേപോലെ ചിലർ നാളികേരം മേലിലിടുന്നതാണ്, അതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് വീട്ടിലുണ്ടാക്കുക. അപ്പോഴേയും നമ്മളെ കാത്തുമ്പോൾ നാളികേരം അന്നാറും കൂട്ടി ഒരു കുളിച്ച് വെച്ചിട്ടുണ്ട് കണ്ട, രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടൊക്കെ അയച്ചിരിക്കണം. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി ഞാൻ എടുത്ത് വെക്കട്ടെ. ഈ പെണ്ണിന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ഫുള്ളും അത്തക്കളാക്കി തരും. പിന്നെ ഈ ഒരു ചെയറുള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കേസിൽ കൂടാട്ടെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കിടന്നോളും ഒരു വിധമൊക്കെ. പിന്നെ ബാക്കിയുള്ളത് ആളെ മേത്തും. അങ്ങനെ അതൊക്കെ കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം ഏട്ടൻ പറഞ്ഞു അവൾ കുറേ നാളികേരം കാര്യം കഴിച്ചിട്ടുണ്ട്, അവൾക്ക് വിശക്കുന്നുണ്ടാവില്ല, നമുക്ക് കുളിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന്. പിന്നെ കർക്കിടക മാസമായിക്കാണ് ഞാൻ കുളിച്ചിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനും കാത്തനും കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അവരും കുളിച്ചിട്ട് മതി എന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ ഞാൻ പിന്നെ പാലരച്ച് വെക്കുകയാണ്. നാളികേരം ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്നും പിന്നെ ആർക്കും അറിയാത്ത കേസല്ല. ഞാൻ മിക്സി ആവശ്യത്തിന് മാത്രമായിട്ട് എടുത്ത് കയറ്റി വയ്ക്കുള്ളൂ. കാരണം നമുക്ക് കിച്ചണിൽ സ്ഥലം കുറവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന പാത്ര സ്റ്റാൻഡൊക്കെ ഇറക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കുക. എനിക്ക് കുറേ സ്ഥലം വേണം. എന്തോ എനിക്കെൻ്റെ അമ്മയെ പോലെയാണ്. എൻ്റെ അമ്മയ്ക്ക് എന്നെ ചെറിയ അടുക്കളയിൽ നിന്ന് പണിയെടുക്കാനൊന്നും ഇഷ്ടമല്ല. അതേപോലെ എനിക്കും ചെറുതൊന്നും ഇഷ്ടമല്ല. എനിക്ക് കുറേ സ്ഥലം വേണം. നല്ല വിശദീകരിച്ചെല്ലാം പരത്തി വെച്ചിട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞ പോലെ. പിന്നെ അതാ ഞാൻ പാല് നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതെനിക്ക് കുറച്ച് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഈ കമ്പിയിൽ ഇതുമ്മ കൈ തട്ടിയിട്ട് കൈമത്തെ തൊല്ലൊക്കെ പോവും എൻ്റെ. പിന്നെ അതെന്താ നമ്മൾ നൂലപ്പ് റെഡിയായിട്ട് അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് കുളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ. ഇനി ഒരു തട്ടില്ല, ആ ഒരു പകുതി തട്ടും കൂടി ഉണ്ടാക്കാനുള്ള മാവുള്ളൂ. അതും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അമ്മയൊക്കെ പണ്ട് ഞങ്ങൾക്ക് ബാക്കി വന്ന മാവ് കൊണ്ട് ഉണ്ടാക്കി തരും കേട്ടോ. ഈ മാവിനെ എടുത്തന്നെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ആവി എടുക്കും. എന്നിട്ട് അത് നാളികേരപ്പാലിൽ ഇട്ടിട്ട് ഇങ്ങനെ കോരി കഴിക്കണം എന്നേൽക്ക്. അതും നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് അതൊന്നും ഉണ്ടാക്കി ഞാൻ വീട്ടിലാരും കഴിക്കില്ല എന്ന് എനിക്ക് അറിയണോണ്ട് ഞാൻ എനിക്കൊന്നും നിന്നില്ല. നേരെ നൂലപ്പൻ ഉണ്ടാക്കിയിട്ട് വെച്ചു. അത് വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ എണ്ണ വയ്ക്കാനായിട്ട് പോയത്. ഏട്ടന് മുടിയിൽ എണ്ണ വെച്ച് കൊടുക്കണം, കാത്തുമ്മയ്ക്ക് തേച്ച് കൊടുക്കണം. കാത്തുമ്മയ്ക്ക് എണ്ണ തേക്കാൻ ഫസ്റ്റ് എണ്ണ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവളെ കയ്യിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അലമ്പുണ്ടാക്കും. ഈ അലമ്പുണ്ടാക്കുമെന്ന് എനിക്ക് അറിയണോണ്ട് തന്നെ ഞാനും പിന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഇരുത്തി എണ്ണ തേക്കാൻ അവൾ സമ്മതിക്കില്ല. അവൾ അടിച്ച് അലമ്പുണ്ടാക്കി ആ എണ്ണപ്പാത്രം തട്ടിയിട്ട് തപ്പിയിട്ട് അങ്ങോട്ടും കിടക്കണുണ്ട്. ഞാൻ ആ ടൈമിൽ അങ്ങോട്ടും മാറ്റി വയ്ക്കും. അവളെ ഒറ്റ കിട്ടാൻ മൊത്തം എടുത്ത് അവളെ കയ്യിൽ ചെരിക്കും അവൾ. പെൺകുട്ടികളെ എനിക്കൊന്നും ആൺകുട്ടികൾക്ക് ഇത്രയ്ക്കാണ്ട് ഇതുമ്മയ്ക്കൊന്നും അഡിക്റ്റ് അല്ല. ആൺകുട്ടികൾ വല്ല കളിപ്പാട്ടൊക്കെ കിട്ടി കളിക്കും. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല കേട്ടോ. അമ്മമാരെ എന്ത് ചെയ്യണം അതൊക്കെ നോക്കിയിരിക്കുന്നില്ല അവരുടെ മെയിൻ പരിപാടി. ഞാൻ ഏട്ടൻ എണ്ണ വെച്ച് കൊടുക്കുമ്പോൾ വേണ്ട അവൾ ഇരുന്നിട്ട് ഏട്ടൻ എണ്ണ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ കെട്ടിപ്പിടിച്ചാൽ എൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അവളുടെ അപ്പയാന്നിട്ട് അവൾ കെട്ടിപ്പിടിക്കുക, അവളുടെ ബെബിയാന്നൊക്കെ പറയും. ഞാൻ എന്താ ചെയ്യണത് അത് തന്നെ അവൾക്കും ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം ഞാൻ എണ്ണ കൊടുക്കാത്തതിനാണ് എന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അടിച്ച് പിണങ്ങി അവിടെ കിടന്നു. ഞാൻ വേഗം തന്നെ എൻ്റെ മുടിയിലും കൂടി എണ്ണ വയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം തരാം വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അവൾക്ക് എണ്ണപ്പാത്രം കാണാനില്ല കേട്ടോ. അത് ഞാൻ എൻ്റെ അല്ല ആ മൂലയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതാ ഞാൻ എണ്ണ കൊടുത്തപ്പോൾ എൻ്റെ മുടിയിൽ തേച്ചരാണ്ട് ബാക്കിൽ പോയി നിൽക്കണണ്ട. വലിയ ആളാ, ആൾക്കറിയാം എണ്ണ വയ്ക്കുന്ന മുടിയിൽ നമ്മളെ ബാക്കിൽ പോയി നിൽക്കണം എന്നൊക്കെ അറിയാം. അപ്പോൾ പോയി എണ്ണയൊക്കെ തേച്ചു. എണ്ണപ്പാത്രം എവിടെയാണ് അവിടേക്ക് കഷ്ടപ്പെട്ട് ഇറങ്ങി എടുത്തു. ഇതൊക്കെ ആയിരുന്നു എൻ്റെ മോളൊരു കഷ്ടപ്പാട്. നിങ്ങൾ നോക്കണം എങ്ങനെ അത് തടി വെക്കുക. ഇങ്ങനെയുള്ള മെനക്കെട്ട പരിപാടികളെല്ലാം അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ തടി വെക്കുമോ? ഈ കുട്ടിക്ക് റെസ്റ്റില്ല. അമ്മേനെ നോക്കാഞ്ഞിട്ട് കുട്ടിക്ക്. ഞാൻ നന്നായി എൻ്റെ മുടിയിൽ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുടിയിൽ എണ്ണ വെച്ച് കഴിയുമ്പോഴേക്കും കാത്തും ഒരുവിധം അലമ്പായി കഴിഞ്ഞു. അപ്പം ഞാൻ വേഗം എണ്ണയും കൊണ്ടുപോയി. എന്നിട്ട് കാത്തുമ്മയ്ക്കുള്ള എണ്ണ ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് വന്ന് ആളെ മുടിയിൽ തേച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും പറയും ഈ കുട്ടിക്ക് ഇത്ര മുടിയുടെ ആവശ്യമില്ലാന്ന്. ഞങ്ങൾ മുട്ടടിക്കും, അതിനുള്ള ടൈം വരില്ല. അവളെ 2ാം ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുട്ടടിക്കണുള്ളൂ. പിന്നെ അതായിരുന്നു മുടിയിൽ പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എഗ് വൈറ്റ് 2 കോഴിമുട്ട എടുക്കുന്നുണ്ട് എനിക്കും ഏട്ടനും വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഉണ്ണി കളയുക ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ ആ ഉണ്ണി എടുത്ത് വയ്ക്കില്ല. എടുത്ത് വെച്ചാൽ നമ്മളൊന്നിനും യൂസ് ചെയ്യില്ല. പിന്നെ അത് അവിടെ ഇരുന്നേരം മണക്കുള്ളൂ. അപ്പോൾ ഞാൻ വേഗം അത് അപ്പം തന്നെ എടുത്ത് കളയും. പിന്നെ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഇളക്കിയ പഞ്ചസാര കലിയിച്ചെടുക്കുക. അപ്പോൾ ഒരു പശപ്പുള്ള പോലെ നമുക്ക് കിട്ടും. ഇത് മുടിയിലിട്ടാൻ അടിപൊളിയാട്ടോ. ഞാൻ മുടിയിൽ തന്നെ ഒരുപാട് വേറെയുള്ള പരീക്ഷണങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ കൂടുതലും എൻ്റെ മുടിയിൽ യൂസ് ചെയ്യുക ഇത് തന്നെയാണ്. എന്നോട് ഒരുപാട് പേര് ചോദിക്കും ചേച്ചിയുടെ മുടി വളരാനുള്ള കാരണങ്ങൾ എന്താണ് സീക്രട്ടെന്ന്. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും എപ്പോഴും ചെയ്യണ ആളല്ല. മുടിയിൽ വേറെ പാക്കുകളൊക്കെ ഞാൻ യൂസ് ചെയ്യും. അത് ചിലപ്പോൾ 5-6 മാസം കൂടുമ്പോൾ ഒരു വട്ടമൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുക. പക്ഷേ ഈ ഒരു എഗ് വൈറ്റ് ഇടല് ഞാൻ മാസത്തിൽ ഇപ്പം എത്ര തിരക്കുള്ള മാസമാണെങ്കിലും മാസത്തിൽ 2 വട്ടമെങ്കിലും ഞാൻ എപ്പോഴേലൊക്കെ ഇട്ടിരിക്കും, അത് ഉറപ്പാണ്. ബാക്കിയുള്ള ദിവസമൊന്നും ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് പിന്നെ അധികം ടൈമത്തെ പരിപാടിയും ഇല്ല. എൻ്റെ മുടിയിൽ നന്നായിട്ട് ഓരോ പാർട്ട് എടുത്തിട്ട് നന്നായി തേച്ച് കൊടുക്കുന്നുണ്ട്. കാത്തുമ്മ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂലയിൽ വന്നിരുന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ കൈ കഴുകുക വെള്ളം കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് അവൾ ചിന്തിച്ചോളും.
എനിക്ക് വെളിച്ചെണ്ണ ഞാൻ പിന്നെ കയ്യിൽ കൊടുക്കും. ഈ കോഴിമുട്ടയൊന്നും ഞാൻ കുട്ടിയുടെ കയ്യിൽ കൊടുക്കില്ല കേട്ടോ. പച്ചമീൻ ഇതൊന്നും ഞാൻ കൊടുക്കില്ല. ചിലപ്പോൾ എൻ്റെ അമ്മയുടെ സ്വഭാവമായിരിക്കും. അമ്മ ഞങ്ങൾക്ക് ഈ മീൻ നന്നാക്കുമ്പോൾ ശരിക്കും എല്ലാം കുട്ടികളും വന്ന് കൈയിട്ടളമ്പും. അമ്മ സമ്മതിക്കാറില്ല. ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ, ഞാനും കുഞ്ഞിനും ചെറിയ കുട്ടിയാകുമ്പോൾ മീനൊന്നും നന്നാക്കണമെങ്കിൽ കൈയിടാൻ അമ്മ സമ്മതിക്കില്ല. പിന്നെ ഞങ്ങൾ ചെയ്യണ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അമ്മായിരെ വരുന്നുണ്ട്, പൂപ്പീരെ വരുന്നുണ്ട്. അവിടെ പോയി പൂപ്പി ഞങ്ങൾക്ക് എല്ലാം സപ്പോർട്ടാണ്. പൂപ്പിയുടെ കൂടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ നിൽക്കും, മീൻ നന്നാക്കാൻ നിൽക്കും. പൂപ്പിൻ്റെ അടുത്ത് പോയാലാണ് ഞങ്ങൾ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ പോയി ഞങ്ങൾക്ക് റിട്ടേൺ വരാനും ഇഷ്ടമല്ല. ഇപ്പോഴും ഞാൻ ആ പൂപ്പിയോട് പറയും, അവിടെ വന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സമ്മതിക്കില്ല. അമ്മ ഇങ്ങനത്തെ ദിവസം ഒന്നും സമ്മതിക്കില്ല. ഇഡ്ഡലി പാത്രത്തിൽ മാവ് വയ്ക്കാനൊന്നും സമ്മതിക്കില്ല. പക്ഷെ പൂപ്പി ഞങ്ങളിതൊക്കെ സമ്മതിച്ചു തരാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ ബേസിനൊന്ന് സോപ്പിട്ട് കഴുകി എൻ്റെ ഗ്ലാസ്സൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വല്ല പരിപാടിക്ക് നിൽക്കുമ്പോഴാണ് അവിടെയൊക്കെ എന്തെങ്കിലും കാണുക. അപ്പോൾ നമ്മളതൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു സമാധാനം കിട്ടി. ഇനി നമുക്ക് വേഗം കുളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോഴേക്കും മുടിയും തുടങ്ങും. ഇതിന് ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണങ്ങും. പക്ഷെ ഉള്ളൊരു പരിപാടി എന്താ വെച്ചാൽ മുടി നന്നായി കഴുകണം. ഷാമ്പു ഇട്ടിട്ടെല്ലാം മട്ട മണക്കും. ഉണ്ണി മാക്സിമം ചേർക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഉണ്ണി ചേർക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 വട്ടം കൂടി കൂടുതൽ ഷാമ്പു ഇട്ട് കഴുകുക, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഞാൻ വേഗം പോയി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു. ഞങ്ങൾ കുളിക്കാൻ കയറിയിട്ടാണ്. അങ്ങനെ അതാ ഞാനും കാത്തും കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാത്തുമ്മയ്ക്ക് പിന്നെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഷാമ്പു ഒക്കെ ഇട്ടും കഴുകി. ഞാൻ കുറേ നേരത്തെ പരിപാടി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ ഏട്ടനെ കുളിപ്പിക്കാൻ വിട്ടേച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ മനുഷ്യ അവിടെ ഇരിക്കും വർക്കിൻ്റെ ഫോണും നോക്കിയിട്ട്. പിന്നെ ഞാൻ നമ്മളെ കാത്തുമ്മയ്ക്ക് ഉടുപ്പ് ഇട്ട് കൊടുക്കുക. ഇത് പഴയൊരു ഉടുപ്പാട്ടെ. എനിക്ക് തോന്നുന്നു ഈ വീട്ടിലേക്ക് ഞങ്ങൾ താമസമാക്കിയ അന്ന് പാല് കാച്ചി എന്നിട്ട ഒരു ഡ്രസ്സാണ്. അപ്പോൾ അത് തപ്പി പിടിച്ച് കിട്ടിയപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വള്ളിയുള്ള ബനിയനൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒരു പാൻറ് ഇട്ട് കൊടുത്തിട്ട് അവളെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ മുടി കെട്ടി കൊടുക്കലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ മുടി കെട്ടി കൊടുക്കുക. കാരണം കുട്ടികൾ മുടി അയച്ചിട്ടിരിക്കുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി. പക്ഷെ ഇന്ന് കണ്ട ഭയങ്കര അലമ്പായിരുന്നു. മുടി കെട്ടാനേ സമ്മതിച്ചിരുന്നില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു അവളെ നിന്ന് മേടിച്ച് ചീർപ്പ് മേടിച്ചോണ്ടാണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ചേട്ടാ നീ ചീർപ്പ് എടുത്ത് തുടർന്ന് തരുമോ ചോദിച്ചു. അപ്പോഴേക്കും എൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ അവർ ചീർപ്പെടുത്ത് എറിഞ്ഞു തന്നു. പക്ഷെ അതുകൊണ്ടും കെട്ടാൻ സമ്മതിച്ചില്ല. ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഞാൻ അവളോട് അടി ഉണ്ടാക്കി ഇറങ്ങി. ഞാൻ ഒരു 2-3 നേരം മര്യാദയ്ക്ക് വിളിച്ചു, മുടി ഇടാം വായോ എന്നൊക്കെ. ഒരു പൊടിക്ക് സമ്മതിക്കില്ല. മൂപ്പര് വലിയ ആളാണ്, കരച്ചിലൊക്കെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് വെറുതെ വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തല്ലുണ്ടാക്കിയിട്ട് പോണ പോക്കാണ് ഈ കാണുന്നത്. നീ വരുന്നുണ്ടല്ലേ, ഞാൻ പോവാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ പോയി. പിന്നെ അതാ ഞങ്ങൾക്ക് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. ഇപ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാത്തുമ്മയ്ക്കൊരു നൂലപ്പവും നാളികേരപ്പാലും ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാനും ഏട്ടനെടുത്തു കേട്ടോ. എനിക്കും ഏട്ടനുള്ളത് ഞാൻ തന്നെയാണ് വിളമ്പാറ്. അപ്പോഴേക്കും അമ്മ വിളിക്കുന്നുണ്ട്, നമുക്കിന്ന് ഉച്ചത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ വേഗം പോരെന്ന് പറഞ്ഞു. അത് കേട്ടോട് ഏട്ടൻ പറഞ്ഞു എനിക്കിപ്പോൾ നൂലപ്പം 2 മതി എന്ന് പറഞ്ഞു. ഏട്ടൻ കാല് വാരി. പിന്നെ എനിക്ക് നൂലപ്പം ഇഷ്ടമായിട്ടാണ് ഞാൻ 3 എടുത്ത് കഴിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒരു 5 കഴിക്കാനുള്ള ഇതില്ലാതെ ഏട്ടാ. ഇപ്പം ഫുഡൊക്കെ ഭയങ്കര കുറഞ്ഞു തുടങ്ങി. ഞാൻ എന്താണാവോ അങ്ങനെ ഞങ്ങൾ വേഗം നൂലപ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ പറയാം ഇപ്പോൾ ഒരു സദ്യ കഴിക്കണം. ഈ മനുഷ്യന് നൂലപ്പം ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന പോലെ തന്നെ അമ്മ വിളിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവൻ്റെ ഫുഡടിക്ക് വേഗം തീർക്കലായി. പിന്നെ എൻ്റെ ഇടയിൽ വർക്കിൻ്റെ എന്തോ മെസ്സേജ് വന്നു. അപ്പം ഫോൺ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഫോണത്തേക്ക് വർക്കിൻ്റെ എല്ലാം എന്താണെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്ത് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പക്ഷെ ആ ശീലം അവനുള്ള ഒരാളാട്ടോ. ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ എടുക്കുമ്പോൾ എപ്പോൾ എടുത്താലും ഞാൻ പറഞ്ഞ് വെപ്പിക്കും. പിന്നെ തല്ലുണ്ടാക്കിയിരിക്കുമ്പോൾ മാത്രമാണ് ആ ഫോൺ ഞാനൊന്നും മിണ്ടില്ല. പക്ഷെ എനിക്ക് ആ ഒരു ദേഷ്യം പ്രാന്തൊക്കെ കൂടിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തുമ്പോൾ തീർത്ത് വെച്ചോളും. അങ്ങനെ അവൻ്റെ തീറ്റ കഴിഞ്ഞ് അവ എഴുന്നേറ്റു. അപ്പം ഞാൻ മതിയാക്കാൻ വേണ്ടി വിചാരിച്ചപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ കുറച്ച് നാളികേരപ്പാൽ. അപ്പോൾ അത് തീർക്കാതെ വെച്ച് ഞാൻ കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് ഒരു നൂലപ്പം കൂടി ഞാൻ കഴിക്കുന്നുണ്ട്. ചെറിയ നൂലപ്പം ആയതുകൊണ്ട് തന്നെ 3-4 വായ ഐറ്റം കഴിഞ്ഞു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കഴുകി വയ്ക്കാൻ പോവുക കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കണം. പോകുമ്പോൾ കാത്തുമാടി നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വേഗം കാത്തുമ്മയുടെ അടുത്തേക്ക് വന്നു. അവൾക്ക് നൂലപ്പം ഇഷ്ടമായിട്ടാ. ആ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനം. എൻ്റെ പോലെ ഒരാളുകളും ഉണ്ടല്ലോ. അവൾ നൂലപ്പം കഴിച്ചു. അവൾ ഇഷ്ടത്തിന് കുറച്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ മതിയെന്ന് പറഞ്ഞു. പിന്നെ അവൾ മതിയെന്ന് പറയാൻ കുറ്റം പറയാൻ പറ്റില്ല. അവൾ ഇതൊക്കെ ഇട്ട് പിസ്തയും കാര്യമൊക്കെ ഇട്ട് ഇടക്കിടക്ക് കയറ്റുന്നുണ്ട്. പിന്നെ അതൊക്കെ അടുത്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ ചെയ്തു. അപ്പോഴേക്കും അമ്മ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കാത്തുമ്പരം മുടി കെട്ടി കൊടുക്കുക കേട്ടോ, നമുക്ക് ചോറുണ്ണാൻ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ തന്നെ ഇരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും അമ്മ വിളിച്ചു. അപ്പോൾ ഞാൻ വേഗം തന്നെ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കാത്തുമ്മയുടെ. പിന്നെ മാമൻ്റെ അടുത്ത് പോകുന്ന ഞാൻ മുടിയാട്ടാനൊക്കെ സമ്മതിക്കും. ഇപ്പോൾ കുണിക്കിനെ തുക്കിയെന്ന് വിളിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പളിക്കാരൻ പറഞ്ഞു കഴുത്തിലും മാലയില്ല, നീ മാലയില്ലാതെ പോകുന്നുണ്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് എനിക്ക് മാല കൊടുന്നിട്ടായിരുന്നുണ്ട്. സത്യം പറഞ്ഞപ്പോൾ ഈ വീഡിയോ എടുക്കണോണ്ടേ മാല എപ്പോഴും ഊരി വയ്ക്കില്ല. ഊരി വെച്ചാലാണെങ്കിലും ഇടാനും ഞാൻ മറക്കും. മുന്നൊന്നും ഞാൻ താലിച്ച ഊരി വെക്കുകയില്ല. ഇപ്പോൾ സ്ഥിരം വീഡിയോ എടുക്കലും കാര്യങ്ങളും ഊരി വയ്ക്കലാണ്. പിന്നെ നമ്മൾ വർക്കിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാനും ഏട്ടനത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ ഗ്ലാസ്സിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. കാരണം ഞാൻ ഗ്ലാസ്സൊക്കെ തുറച്ച് വൃത്തിയാക്കിയതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ നമ്മളെ കാത്തുമ്മ വന്നു പോവാന്ന് പറഞ്ഞിട്ട് കാത്തുമ്മ പുതിയ ചെരുപ്പിൻ്റെ കളർ നോക്കി, റെഡ് കളറ്. പിന്നെ ഞങ്ങൾ വേഗം ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയായി. അപ്പോൾ കാത്തുമ്മ നിലത്ത് ആളെ പെപ്പും കാര്യമൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണേ. ധൃതി കൂടുതലല്ലേ എന്റെ കുഞ്ഞ്. മോളെ ബബ്ബു പോയാ മാമനോട് പരാതി പറയാം, മാമൻ്റെ അടുത്ത് പോവാ. നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാൻ പോവാട്ടെ. ഇന്ന് ചിക്കനൊക്കെ അടിച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് രാത്രിക്ക് ഫ്രൈഡ് റൈസ് ആക്കാം. ഓണാക്കി ചിക്കനൊക്കെ അടിച്ചിട്ട് രാത്രിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. എന്താ അഭിപ്രായം കാത്തു? നല്ല അഭിപ്രായം. കാത്തു പണിക്കെടുക്ക് പെപ്പ് പോയേ, കാത്തുന്റെ പെപ്പ് പോയേ പണിക്ക് എവിടെ അപ്പ വിളിച്ച് പെണക്കൊക്കെ മറി ഹാപ്പി ആവൂട്ടാ. എന്താ ഞാൻ എത്തിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഉള്ളിൽ കയറുമ്പോൾ തന്നെ അമ്മ വീഡിയോ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ വീഡിയോ അമ്മേന്ന് മേടിക്കട്ടെ ചെയ്തു. അമ്മ എനിക്ക് കുറച്ച് വീഡിയോ തരുമോ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇല ഇട്ടുണ്ടായിരുന്നു, പക്ഷെ ഫുഡ് വിളമ്പിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്കുള്ള ഫുഡൊക്കെ വിളമ്പിയിട്ട് അവർ ഫുഡായിട്ട് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അമ്മ ഫുഡ് കഴിക്കുമ്പോൾ അമ്മ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വീഡിയോ ഓൺ ആക്കിയിട്ട് അമ്മേനൊക്കെ വീഡിയോ എടുക്കാം. അപ്പോൾ എന്തോ ഒന്ന് പറഞ്ഞിട്ട് ചെറുക്കും തരും, പക്ഷെ എന്താ കാര്യം എനിക്ക് ഓർമ്മയില്ല. അതിനതാ അമ്മ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കാണുമ്പോൾ തന്നെ എന്തൊരു ഇപ്പോൾ അതിൽ കൊതിയാവുന്നുണ്ട് കേട്ടോ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ അച്ചാറും പുളിയിഞ്ചൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോഴേക്കും എന്താ ഏട്ടൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. കാത്തുമ്പോൾ ഭയങ്കര വാശിയുണ്ട്. ഞാൻ ആദ്യം തന്നെ കയറി പോന്നു. പിന്നെ അതാ മാങ്ങച്ചാറുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, കേബേജ് ഉപ്പേരി ഉണ്ട്. പിന്നെ എന്തായിരുന്നു പുളിയിഞ്ചി കാത്തുമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പിന്നെ അവിയൽ വരുന്നുണ്ട്, കൂട്ടുകറി വരുന്നുണ്ട്, പിന്നെ ഒരു മീൻ കറി പോലെ വെക്കില്ല പച്ചക്കറി കൊണ്ട് ആ ഒരു കറി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, പുളിശ്ശേരി, രസം, മോര്, പപ്പടം, മുളക് വറുത്താൻ ഒരുപാട് കറികളുണ്ട് കേട്ടോ. പക്ഷെ അവിടെ റേറ്റ് കുറവാണ് സത്യം പറഞ്ഞാൽ. നല്ല ഫുഡായിരുന്നു. ഞാൻ സാമ്പാറാണ് മേടിച്ചത്. പിന്നെ സദ്യക്ക് സാമ്പാർ വിട്ടുള്ള വേറെ കളിയില്ലല്ലോ. അങ്ങനെ ഞാൻ സാമ്പാർ മേടിച്ചു. സാമ്പാറും തൈരൊക്കെ കൂട്ടിയേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാത്തുമ്മയ്ക്കും അതിൽ വെച്ചിട്ട് ഞങ്ങൾ അന്തസ്സായിട്ട് കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആ വീടെത്തിയിട്ട് കാത്തുമ്മയ്ക്ക് ഇവ കണ്ടപ്പോൾ ഇവിടെ കളിക്കാതിരിക്കണം മൂപ്പര്. കാരണം ഞാൻ കുറച്ച് നേരം അവളുടെ കൂടെയൊക്കെ ഇരുന്ന് കളിച്ചു. വളരെ കുറച്ച് ടൈം ഓരോന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ അവൾക്ക് ഏകദേശം ഇതെല്ലാം അറിയാം കേട്ടോ. കാരണം അവൾക്കൊരു 5-6 മാസമുള്ളപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ടുള്ളതാണ് ഈ ഐറ്റംസൊക്കെ. അപ്പം അന്നോട്ട് പറഞ്ഞ് അവൾ ഏകദേശം പഠിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ സ്ഥലമില്ലാത്തോണ്ടേ ഞങ്ങള് മുൾ ഡിക്കിയിലിരിക്കുന്നത്. അവിടെ കുറച്ച് വലിയ വണ്ടിയൊക്കെ മേടിച്ചൂടെ? നീ എന്താ അതിന്റെ ഉള്ളിൽ ഇരിക്കണേ? നീ അപ്പൊ മീന് വാങ്ങാൻ ഇറങ്ങണ്ട്, നീ ഉണ്ടാ? കാണാനല്ലേ കുഞ്ഞിനെ കുഞ്ഞി. അപ്പൊ മീൻ വാങ്ങാൻ ഇറങ്ങണ്ട്, നീ ഉണ്ടാ? നീ അവിടെ ഇരുന്ന ഞാൻ പോവാട്ടെ മീൻ വാങ്ങാൻ. അപ്പൊ തന്നെ ഞായറാഴ്ചത്തെ വ്ളോഗെന്ന് പറഞ്ഞിട്ട് ആ ഉച്ചത്തെ ഫുഡ് കഴിച്ചില്ല, സദ്യ കഴിച്ചോണ്ട് നല്ല ക്ഷീണമായിരുന്നു. വേഗം പോയി കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ എപ്പോഴും എഴുന്നേറ്റാ 5 മണിക്ക് 5:30 എഴുന്നേറ്റ്. അയ്യോ ജാമായി ഏട്ടാ നിർത്തിട്ട് ഇറങ്ങണ നിങ്ങട്ട് വാ.
എങ്ങനെയാ പോയത്? എങ്ങനെയാ പോയേ? അതേപോലെ ഇങ്ങോട്ട് വാ. ആ അങ്ങനെ വാ. മെല്ലെ 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 വാ. മെല്ലെ വാ. മെല്ലെ. ഇനി ഒറ്റയ്ക്ക് പോവോ? അപ്പൊ അവിടെ ഇല്ല ഇല്ല, കുട്ടിക്ക് അറിയില്ല പറയാ. മൂപ്പര് വലിയ ആളെ ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാരായി. സൺഡേന്ന് പറഞ്ഞിട്ട് ചിക്കനൊക്കെ മേടിച്ച് കഴിക്കാന്ന് വെച്ചപ്പോ ചിക്കന് മേടിച്ചിട്ട് പച്ചക്കറി സദ്യ കഴിച്ചിട്ട് പോകുന്നു. എന്താട്ടാ? പക്ഷെ ഞാൻ അറിയുമ്പോഴും എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചില്ലട്ടാ. കാരണം എനിക്ക് വയ്യാത്തോണ്ടെന്ന് പിന്നെ അറിയണോണ്ട് അല്ലേ. ആയിക്കോട്ടെ വെച്ച് എന്റെ എഴുന്നേരം പിന്നെ കുത്താക്കി വളർത്തി കല്യാണിക്കല് പട്ടി. ഓയ് ബൈ. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്ന് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങിക്കാണ്. കാരണം നാളേക്ക് കാത്തിരി കൊണ്ടുപോകണം. മാമ്പഴം മേടിക്കണം. പിന്നെന്താ മേടിക്കണത് കാത്തോ? കാത്തുന് എന്തൊക്കെയുണ്ട് കുളി കൊണ്ടുപോവാ? ആ മാമ്പഴം മേടിക്കണം. പിന്നെന്താ മേടിക്കാലോ? പച്ചക്കറി മേടിക്കണം. തക്കാളി മേടിക്കണം. തക്കാളി ഇല്ല. ബീൻസ് മേടിക്കാം. ഞായറാഴ്ചട്ടാണ് അല്ലല്ലേ. ഞങ്ങള് സ്ഥിരമായിട്ട് ഇവിടുത്തെ ചേട്ടാടെ നട്ട മേടിക്കുക. ചേട്ടൻ നല്ലതൊക്കെയാണ് പറഞ്ഞുതരും. അമ്മയോട് പൊളിച്ചേരാൻ മതിട്ടാ. ഓക്കെ പറ. ഇവൾക്കുള്ള കോട്ട കിട്ടിയിട്ട് ഇവൾക്ക് ഇവിടെ വന്ന ചേട്ടൻ റംബൂട്ടാൻ കൊടുക്കും അല്ലേ? അറിയില്ല. എന്റെ പോക്കല്ലല്ലോ, നിന്റെ കയ്യിലായിരുന്നു. ഇതെവിടെയുണ്ട്? കിട്ടി കിട്ടി. പിന്നെ ഏതാന്നാ? 2 മതി. ഒരു കപ്പ് ഇതെടുത്തോ. എന്തായാലും പറയാ മറ്റേ അതല്ലെന്നാ എന്താ കപ്പുങ്ങായ പപ്പായ. ആ ഒന്നെടുത്ത് മീഡിയം മതി. ചേട്ടനോട്ട് ആൻസർ പറഞ്ഞ റംബൂട്ടാൻ തന്നിട്ട് ആ ബസ് മതി. വേണ്ട, വീട്ടിലുണ്ട്. ഇന്നത്തെ മിഞ്ഞാത്ത കഴിഞ്ഞിട്ടില്ല. ഇത് ജ്യൂസ് അടിച്ച ടേസ്റ്റ് ആണോ? കഴിക്കാൻ വലിയ ഫ്ലേവർ ഒന്നുമില്ല. വെള്ള ചുവപ്പാ? റെഡ് അല്ലേ? റെഡ് ഉള്ളു. റെഡ് ഇത് ചോരാന്നിട്ടിരിക്കണേ. ചോരാന്നിട്ട് കുട്ടിയിരിക്കണേ. നാളെ കാണാൻ പറ. കാത്തിന് 2 റംബൂട്ടാനൊക്കെയാ ഇവിടെ വന്ന. ഇന്നാള് 3 എണ്ണായിരുന്നു. ചേട്ടൻ ബാപ്പു തന്ന ചേട്ടാ. അപ്പൊ നമ്മള് മാമ്പഴും പിന്നെ 1-2 സാധനങ്ങൾ മേടിച്ചോളൂ കേട്ടാ. കണ്ണിമത്തനൊക്കെ വീട്ടിലുണ്ട്. അത് ഇതുവരെ പൊളിറ്റിക്ക് മുറിച്ചിട്ടില്ല. ഇവിടെ ഒലിപ്പിച്ച് എന്നെ കുളിപ്പിക്കുന്നുണ്ട്. എന്തായാലും നീ വീടെത്തിയിട്ട് കാണാം. ആ കുറ്റെടുക്കണ. പിന്നെ ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ദോശയും ചിക്കൻ കറി ഉണ്ടാക്കേണ്ടത് അത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പ്ലേറ്റിൽ ഞാൻ ദോശയും ചിക്കൻ കറി എടുത്തിട്ട് എണ്ണും കാത്തുമ്മയ്ക്കൊക്കെ വായിൽ വെച്ച് കൊടുത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വേറെ ലെവലിൽ ചിക്കൻ കറി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിറ്റേ ദിവസം ഞാൻ ഈ ചിക്കൻ കറിനെ വീട്ടിലുണ്ടാക്കി. അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നാളെ കാത്തുമ്മയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതിനുള്ള എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. കാരണം രാവിലെ നേരെ മെഴുകി എഴുന്നേറ്റാലും ആൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ ക്യാരറ്റ് എല്ലാം മുറിച്ച് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴൊരു ടൈം 10 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം കിടക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ പണികൾ തീരണ്ടേ. നാളെ അവൾക്ക് ഡേ കെയറിൽ പോകണ്ടല്ലേ. പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ കുട്ടീനെ വിട്ടയക്കാളുകൊണ്ട് നമ്മൾ നേരത്തെ എഴുന്നേക്കണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പം അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഉറക്കവും ഇല്ല, എന്തൊക്കെ ചെയ്തു വെക്കണമെന്നൊരു പിടുത്തില്ലാത്ത അവസ്ഥയായി. ഈശ്വരാ, എനിക്ക് ഇത്രയും ഉത്തരവാദിത്തം വരുന്നത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയത്. പിന്നെ നാളേക്ക് ഫ്രൈഡ് റൈസിനുള്ള ചിക്കനും അതിൽ ചില്ലി ചിക്കനുള്ള ചിക്കനൊക്കെ മസാല പരട്ടി വെക്കുകയാണ്. അപ്പം അതൊക്കെ ഞാൻ മസാല പരട്ടി സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ പോയി കിടുന്നത്. ഇത് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ളതായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചില്ലി ചിക്കൻ ഏട്ടൻ മാത്രമാണ് കഴിച്ചിട്ടുള്ളത്, കാരണം ഏട്ടനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അവന് ഞാൻ ഫുള്ളും കഴിച്ച് തീർത്തിട്ടുള്ളത്, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇന്നെന്തായാലും ഇതിൻ്റെ മസാല പരട്ടുന്ന കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ വേഗം തന്നെ ചിക്കനിലുള്ള മസാലയൊക്കെ റെഡി ആക്കിയിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി പുരട്ടി സെറ്റാക്കുന്നുണ്ട്. കാത്തുമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാത്തുമ്മ വന്ന ശേഷം കാത്തുമ്മനെ ഉറക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ പരിപാടിക്ക് നിന്നത്. അല്ലെങ്കിൽ കാത്തുമ്മ ഇടയിൽ വാശിയൊക്കെ പിടിക്കും. അതിന് ചിക്കനൊക്കെ മസാല പറ്റി അത് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിൽ മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെ നാളെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തിരക്കണം. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.